പുറത്തുപോയുള്ള വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അവരുടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള വാതിലായിട്ടാണ് ഇന്നത്തെ നമ്മുടെ യുവതലമുറ കാണുന്നത് തന്നെ. ഇപ്പോഴത്തെ തലമുറ നാളെ ഒരു സമയത്ത് തിരിച്ചു വരാമെന്ന് പറഞ്ഞാലും അവരുടെ മക്കൾ പറയില്ല നമ്മുടെ നാട്ടിൽ യുവാക്കളെ പിടിച്ചു നിർത്താനുള്ള എന്താണ് നമ്മുടെ നാട്ടിലുള്ളത്. ഹബീബി, കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ഇൻസ്റ്റയിൽ ഒരു റീല് കാണാനിടയായി. അതായത് ആ റീലിൽ ഒരു ആങ്കർ ഒരു വിദ്യാർത്ഥിയോട് ചോദിക്കുകയാണ്, ഇപ്പം എല്ലാവരും പുറം രാജ്യത്തോട്ട് പോകാനെ കൊണ്ടാണ് ആഗ്രഹിക്കുന്നത്, എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പം ആ പെൺകുട്ടി പറയുന്ന ഒരു മറുപടിയുണ്ട്. ശരിക്കും നമ്മളെ എല്ലാവരും ഇരുത്തി ചിന്തിക്കേണ്ട, അല്ലെങ്കിൽ നമ്മളെ എല്ലാവരും കാണേണ്ട അല്ലെങ്കിൽ കേൾക്കേണ്ട ഒരു മറുപടി തന്നെയാണ്. അപ്പം നമുക്ക് എന്തായാലും വീഡിയോ ഒന്ന് കാണാം, കണ്ടിട്ട് വരാം. നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് കുറെ പേര് പുറത്തേക്ക് പോകുന്നു. അതെന്തുകൊണ്ടാണ്? ഞാനിപ്പം ലോൺ എടുത്താണ് പഠിക്കുന്നത്. അപ്പം എനിക്ക് ലോൺ തീർക്കണമെങ്കിൽ എന്തായാലും ഇവിടെ നിന്ന് പഠിച്ചിറങ്ങി ജോലി ചെയ്ത് കുറെ ഞാൻ വർക്ക് ചെയ്താൽ മാത്രമേ എനിക്ക് എന്റെ ലോൺ അടച്ചു തീർക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ അത്ര സാലറി നമുക്ക് കിട്ടുന്നില്ല. ഈ കൂട്ടത്തിൽ എത്ര പേര് ഈ പഠനം കഴിഞ്ഞ് ഇറങ്ങി നാട്ടിൽ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? കൈവക്കാവോ? നാട്ടിൽ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവര്? നാട്ടിൽ നിൽക്കുന്നത് പുറത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? പുറത്ത് പോകണമെന്ന് എല്ലാ ആൾക്കാരും എങ്ങനെയെങ്കിലും ഒന്ന് ഓടി രക്ഷപ്പെടണമെന്നുള്ളതാണ് ആഗ്രഹം. ശരിക്കും ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വലിയ കാര്യം തന്നെയാണ്. അതിനകത്തിൽ ആ പെൺകുട്ടി ആദ്യം പറയുന്നുണ്ട്, ആ കുട്ടി എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടാണ് പഠിക്കുന്നത്. ഈ ലോണ് തിരിച്ചടയ്ക്കണമെന്നുണ്ടെങ്കിൽ നാട്ടിലെവിടെയെങ്കിലും ജോലി ചെയ്താൽ ഈ കുട്ടിക്ക് അതിന് സാധിക്കില്ല എന്ന്. ശരിയാണ്. കാര്യം നമ്മുടെ നാട്ടിലുള്ള ഒരു സാലറി സ്കെയിൽ എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, തുച്ഛമായിട്ടുള്ള ഒരു സാലറി സ്കെയിലാണ്. ഒരു 5-6 ലക്ഷമൊക്കെ ലോൺ എടുത്ത് പഠിക്കുന്ന ഒരാൾക്ക് അടവ് വരുന്നതൊക്കെ EMI എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ 10,000-15,000 ഒക്കെ ആയിരിക്കാം വരുന്നത്. ചിലപ്പോൾ ഈ പെൺകുട്ടി അല്ലെങ്കിൽ ഈ ഒരു സ്റ്റുഡൻറ്റ് പഠിച്ചു കഴിഞ്ഞിട്ട് അവൻ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ജോലിക്ക് കയറിയാൽ അവൻ ആകെ ഒരു മാസം കിട്ടുന്ന സാലറി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു പൈസ ആയിരിക്കും. അപ്പോൾ EMI അടയ്ക്കാൻ പോകുന്നു, അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ പോകുന്നു, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ബേസിക് നീഡ്സ് നമ്മുടെ ഒരു ബേസിക് നീഡ്സിനുള്ള ഒരു എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. കാര്യം നാട് വിട്ട് പോകുന്ന ഒരു കുട്ടിക്ക് ഇവനൊരു നേഴ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഫഷനുള്ള ഒരു കുട്ടിക്ക് നാട്ടിൽ 10,000 രൂപ കിട്ടുന്ന ഒരാൾക്ക് ഇവിടുന്ന് നാട് വിട്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ അത് 10,000 ലക്ഷങ്ങളായിട്ട് മാറും. ഈ ലക്ഷങ്ങളായിട്ട് മാറുമ്പം അപ്പോൾ ഈ ലക്ഷങ്ങളായിട്ട് മാറുമെന്ന് പറയുമ്പം ഇതിനകത്ത് പല ആൾക്കാർ ചോദിക്കുന്നുണ്ടാവും, ഈ നാട്ടിലെ 10,000-ന്റെ വാല്യൂ തന്നെ ആയിരിക്കും പുറത്ത് പോയാൽ ഒരു ലക്ഷങ്ങൾക്ക് സാലറി കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത്. അങ്ങനെ ചോദിക്കുന്നവരായിട്ട് നമ്മൾ പുറത്ത് പോകുമ്പം നമുക്ക് കിട്ടുന്നത് ഇന്ത്യൻ റുപ്പി അല്ല, നമ്മൾ ഏത് രാജ്യത്താണോ പോകുന്നത് ആ രാജ്യത്തിൻ്റെ കറൻസി ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ആ രാജ്യത്ത് ചിലപ്പോൾ ആ കിട്ടുന്ന കറൻസിക്ക് ചിലപ്പോൾ നമ്മുടെ നാട്ടിലെ ഈ പറയുന്ന നോർമൽ സാലറിയുടെ ഒരു റേഞ്ച് ഉണ്ടാവുമായിരിക്കും. പക്ഷെങ്കിൽ അവരുടെ ജീവിത ചെലവും കഴിഞ്ഞിട്ട് ബാലൻസ് പൈസ ഏത് നാട്ടിലാണോ ആ നാട്ടിലെ കറൻസി തിരിച്ച് നമ്മുടെ നാട്ടിലോട്ട് അത് കൺവേർട്ട് ചെയ്ത് അയക്കുമ്പം നമ്മുടെ നാട്ടിലേത് വലിയൊരു ഹ്യൂജ് എമൗണ്ട് ആയിട്ടാണ് എന്താ പറയുക അത് കൺവേർട്ട് ആവുന്നത്. അതേപോലെ തന്നെ ഈ വീഡിയോയ്ക്കകത്തിൽ ആ അവതാരം ചോദിക്കുന്നുണ്ട്, ഇവിടുന്ന് പഠിച്ചിറങ്ങിയ ആർക്കൊക്കെ പുറത്തു പോകണോ അല്ലെങ്കിൽ ആർക്കൊക്കെ നാട്ടിൽ നിൽക്കണമെന്ന് ചോദിക്കുന്നതിനകത്തിൽ ഒരു കുട്ടി പോലും നാട്ടിൽ നിൽക്കണമെന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ നാട്ടിൽ ജോലി ചെയ്യണമെന്ന് പറയുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന A2Z കുട്ടികളും ആ വീഡിയോയിലെ A2Z കുട്ടികളും പറയുന്നത് ഞങ്ങൾക്ക് പുറത്തു പോകണം, ഞങ്ങൾക്ക് പുറത്ത് പോയേ പറ്റൂ എന്നാണ് പറയുന്നത്. അത്രത്തോളം നമ്മുടെ നാട്ടിൽ ഒരു എഡ്യൂക്കേഷൻ കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിക്ക് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ കഴിഞ്ഞ ഒരു ബിരുദധാരിക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമായി എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. അതുമാത്രമല്ല, ശരിക്കും നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്തു പോയ ഒരു പെൺകുട്ടി, ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു, ആ വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്തു പോകുന്ന ഒരാൾക്ക് കിട്ടുന്ന കുറേ ബെനിഫിറ്റുകളുണ്ട്. അതായത് ഉയർന്ന സാലറി സ്കെയില്, ഉയർന്ന ജീവിത നിലവാരം. പണ്ടത്തെ ആൾക്കാരുടെ കൂട്ടൊന്നുമില്ല, ഇന്നത്തെ പിള്ളേർക്ക് ലോകം കാണുന്നവരാണ്. കാര്യം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും അല്ലെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ മാധ്യമങ്ങളിലൂടെ എല്ലാം പുറം രാജ്യത്തെ അല്ലെങ്കിൽ പുറത്തുള്ള ലിവിങ് രീതികൾ, ലിവിങ് സ്റ്റൈലുകൾ ഇവർ കാണുന്നതാണ്. നമ്മുടെ നാട്ടിലില്ലാത്തൊരു ജീവിത സാഹചര്യം പുറം നാട്ടിലുണ്ട്. പുറം നാട്ടിൽ നിന്ന് അവർക്ക് കൊടുക്കാമെന്ന് തയ്യാറായി വന്നാൽ അവരുറപ്പായിട്ടും പോകും. കാര്യം അവിടെ നാടോ പച്ചപ്പോ ഹരിതാപോ ഒന്നുമല്ല. അവർക്ക് വേണ്ടത് നല്ല സാലറി, അല്ലെങ്കിൽ അവർ പഠിച്ച അവരുടെ പഠിത്തത്തിനുള്ള വാല്യൂബിളായിട്ടുള്ള സാലറി പ്ലസ് നല്ല ജീവിത നിലവാരം. അതോടൊപ്പം തന്നെ വേണ്ട ഒരു കാര്യമാണ് സ്വാതന്ത്ര്യം, സ്വതന്ത്രമായിട്ട് ഇറങ്ങി നടക്കാനുള്ള സ്വാതന്ത്ര്യം. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഈ വീഡിയോയുടെ ഭാഗമായിട്ട് തന്നെ വേണമെങ്കിൽ പറയാം, കഴിഞ്ഞ ദിവസം ഞാൻ വിനായകൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, അതിനകത്ത് വിനായകൻ പറയുന്ന 1-2 പോയിന്റുകളുണ്ട്. നമുക്ക് ആ പോയിന്റ് ഒന്ന് കേട്ടിട്ട് തിരിച്ചു വരാം. വിദ്യാഭ്യാസമൊക്കെ ഇവിടെ ഇരുന്നവർക്ക് ഉണ്ടാക്കാം. അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാത്രമാണ് ഇവിടുന്ന് നാട് വിടുന്നത്. നിങ്ങൾക്ക് കൊച്ചിയിൽ 12 മണിക്ക് തോപ്പുംപടി പാലത്തിൻ്റെ കൂടെ ഒറ്റക്കൂടി നടക്കാൻ പറ്റുമോ? 100% വിനായകൻ പറഞ്ഞ കാര്യത്തോട് ഞാൻ യോജിക്കുന്നുണ്ട്. എനിക്ക് ഉറപ്പുണ്ട് എന്നെ പോലെ തന്നെ നല്ലൊരു ശതമാനം ആളുകളും യോജിക്കുന്നുണ്ട്. കാര്യം
ശരിക്കും നമ്മുടെ ഇവിടുന്ന് പോകുന്ന കുട്ടികളൊന്നും പഠിക്കാൻ വേണ്ടിയല്ല പോകുന്നത്. അവരൊക്കെ പോകുന്നത് ഈ വിദ്യാഭ്യാസം അവർക്കൊക്കെ പോകാൻ, അതായത് ഈ വിദ്യാഭ്യാസം പുറത്തു പോയുള്ള വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അവരുടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള വാതിലായിട്ടാണ് ഇന്നത്തെ നമ്മുടെ യുവതലമുറ കാണുന്നത് തന്നെ. കാര്യം അവർക്ക് പഠിക്കാനാണെങ്കിൽ ഇവിടെ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ പഠിക്കാം. നല്ല നല്ല യൂണിവേഴ്സിറ്റികളുണ്ട്. ഏത് കോഴ്സുകളും എങ്ങനത്തെയുള്ള കോഴ്സുകൾ വേണമെങ്കിലും നമ്മുടെ നാട്ടിൽ പഠിക്കാം. അതും വളരെ വളരെ നിസാര പൈസ ചെലവിൽ. അതിനകത്തിൽ ഈ വീഡിയോക്കകത്ത് വിനായകൻ രണ്ടാമതൊരു ചോദ്യം ആങ്കറിനോട് ചോദിച്ചിട്ടുണ്ട്. അതായത് എറണാകുളത്ത് തോപ്പുംപടിയിൽ ഒരു രാത്രിയിൽ നിങ്ങൾക്കൊരു തോപ്പുംപടി പാലത്തിരുന്നുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ഷിപ്പ് യാർഡ് ഒന്ന് കാണാൻ വേണ്ടി നിങ്ങൾക്ക് രാത്രി 12 മണിക്ക് പോയി അവിടെ ഇരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചതിൽ ആങ്കർ പറയുന്നുണ്ട് ഇല്ല എന്ന്. നിങ്ങൾ ആലോചിക്കണം, 12 മണിക്ക് നമ്മുടെ നാട്ടിൽ ഒരു സ്ത്രീക്ക് പുറത്തിറങ്ങി സ്വാതന്ത്ര്യത്തോടെ നടക്കാൻ, അല്ലെങ്കിൽ 12 മണിക്ക് നമ്മുടെ നാട്ടിൽ ഒരു സ്ത്രീക്ക് പുറത്തിറങ്ങിയിട്ട് നൈറ്റ് ലൈഫ് ഒന്ന് എൻജോയ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ പോലും നമ്മുടെ നാട്ടിൽ സാധിക്കില്ല. അപ്പോൾ അതിനകത്ത് വിനയം പറയുന്നുണ്ട്, അത് കഴിയുമ്പോൾ മറ്റേ കഴുകുമാർ വരുമെന്ന് പറയും. സദാചാര കഴുകുമാരും ഉണ്ടാവും, മറ്റേ കഴുകുമാരും ഉണ്ടാവും. പിറ്റേന്ന് രാവിലെ ഈ പറയുന്ന ആ ഒരു പെൺകുട്ടി പോയ പിറ്റേന്ന് രാവിലെ പെൺകുട്ടി ജീവനോടെ ഉണ്ടെങ്കിൽ അത് ആ കുട്ടിയുടെ ഭാഗ്യം, അല്ലെങ്കിൽ അതിൻ്റെ രക്ഷിതാക്കളുടെ ഭാഗ്യം എന്ന് തന്നെ പറയാം. ഈ ഒരൊറ്റ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിൽ പിള്ളേർ പോകുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, പുറം രാജ്യത്തെ നമ്മുടെ നാട്ടിൽ മാത്രമുള്ള ഈ നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞൊരു സംസ്കാരം ഇല്ലാത്തത്. കാര്യം നമ്മുടെ നാട്ടിൽ നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞിട്ട് പിള്ളേർ പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ സദാചാരക്കാർ ഇറങ്ങി ഇവരുടെ സദാചാര പോലീസിങ് തുടങ്ങും. നിങ്ങളൊന്ന് പുറം രാജ്യത്തോടൊക്കെ നോക്കുക, പുറം രാജ്യത്തുള്ള നൈറ്റ് ലൈഫ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലോ, അതായത് നമ്മളൊരു ജോലിയൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ നമ്മൾ പഠിത്തമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഭയങ്കര സ്ട്രെസ്സായിട്ടിരിക്കുന്ന സമയത്ത് നമ്മളൊരു ഈവനിങ് വൈകുന്നേരം നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ എന്നാൽ നമുക്കൊന്ന് പുറത്തോട്ട് പോകാം, ഒന്ന് നൈറ്റ് ലൈഫ് പോകാം, പുറത്ത് പോയി ഒന്ന് കുറച്ച് സൈറ്റ് സീയിങ് ഒക്കെ കാണാം, കുറച്ച് നേരം പാർക്കിൽ പോയിരിക്കാം, കുറച്ച് നമുക്ക് നല്ല ഫുഡ് കഴിക്കാം പുറത്തുനിന്ന് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇത്രയും സ്ട്രെസ്ഫുൾ ആയ ഒരു ജീവിതത്തിൻ്റെ ഇടയിൽ നിന്ന് പുറം രാജ്യത്തൊക്കെ പോകുന്നവർക്ക് നൈറ്റിൽ പുറത്ത് പോയിട്ടുള്ള അവർക്ക് ഈ ഈ സ്ട്രെസ്സുകളെല്ലാം പഠിത്തത്തിൻ്റെയും ജോലിയുടെ ഒക്കെ സ്ട്രെസ്സുകൾ അവർക്ക് പുറത്ത് പോയിട്ട് എൻജോയ് ചെയ്ത് അല്ലെങ്കിൽ റിലാക്സ് ചെയ്ത് തീർക്കാൻ പറ്റും. റിലാക്സ് ചെയ്തിട്ട് അവർക്ക് അതിനെ ഓവർകം ചെയ്യാൻ പറ്റും. നമ്മുടെ നാട്ടിൽ പറ്റുമോ? നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ ഇടയ്ക്ക് ഉണ്ടായിരുന്നു ജോലിയുടെ പ്രഷർ മൂലം ഒരു 1-2 ആത്മഹത്യകളുണ്ടായിരുന്നു എംപ്ലോയേഴ്സിൻ്റെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പ്രഷറാണ്, അവർക്ക് ഓഫീസിൽ നിന്നുള്ള പ്രഷർ. നാട്ടിലെത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നാട്ടിലുള്ള അവരൊന്ന് ഈ പ്രഷർ ഒന്ന് കുറയ്ക്കാൻ വേണ്ടി ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു നൈറ്റ് ലൈഫിൽ പോയി കഴിഞ്ഞാൽ അപ്പം നമ്മുടെ സദാചാരക്കാരും നമ്മുടെ നാട്ടിലെ കുറേ കഴുകുമാരോട് ഇങ്ങനെ കണ്ണും കൂർപ്പിച്ചിരിക്കും. അവരും എന്തിനാ പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളത്. അല്ല, നമുക്ക് ഇതൊക്കെ ഇപ്പം പറയുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇങ്ങനെ ഇത്ര അപക്വമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഇതൊക്കെ ഇവരുടെയൊക്കെ പിതൃക്കന്മാരുടെ കാലം തൊട്ടേ ഫോളോ ചെയ്തു വരുന്ന കാര്യം. അപ്പം ഇതൊക്കെ കണ്ടായിരിക്കും പഠിക്കുന്നത്. അപ്പം ആ സാധനം തന്നെ ഇവരിവിടെ ഇവരും അവരുടെ ജീവിതത്തിലും കാണിക്കുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിൽ നിന്നുള്ള കുട്ടികൾ പുറം രാജ്യത്തോട്ട് പോകുന്നത്, എക്സ്പെഷ്യലി പെൺകുട്ടികൾ. കാര്യം പെൺകുട്ടികൾ പോകുന്നതിൻ്റെ മെയിൻ കാരണമുണ്ട്. രാത്രി 12 മണിക്ക് ഈ പെൺകുട്ടികൾ ഇറങ്ങി നടന്നാൽ ഒരുത്തനും ഒരു നോട്ടം കൊണ്ട് പോലും അവരെ ഉപദ്രവിക്കത്തില്ല 100% ഉറപ്പുണ്ടായതുകൊണ്ട് മാത്രമാണ് ഇവർ ഈ പറയുന്ന രാജ്യത്തോട്ട് പോകുന്നത്. ഇതൊക്കെ പറയുമ്പോൾ പറയും നമ്മുടെ നാട്ടിൽ ഭയങ്കര സെക്യൂരിറ്റിയും സുരക്ഷയും കാര്യങ്ങളുമാണ്, നമ്മുടെ നാട്ടിൽ പെൺകുട്ടികൾക്ക് എന്താ സുരക്ഷയ്ക്ക് കുറവെന്ന്. അതുകൊണ്ടൊക്കെ ആയിരിക്കും നമ്മുടെ നാട്ടിൽ ചെറുതെന്നോ വലുതെന്നോ ഇല്ലാതെ പെൺകുട്ടികളെ അടിക്കടിക്ക് റേപ്പ് ചെയ്ത് കൊല്ലുന്നത്. എന്നിട്ട് ഇവന്മാരെല്ലാം ജയിലിൽ കിടപ്പുണ്ട്. സർക്കാരിൻ്റെ നമ്മുടെ നികുതി പൈസ കൊണ്ട് തിന്ന് തീർത്ത് നല്ല വെടിപ്പായിട്ട് സുന്ദരന്മാരായിട്ട് കിടപ്പുണ്ട്. ശരിക്കും ഞാൻ കുറച്ച് രോഷാകുലനായിപ്പോയി. വേറൊന്നുമല്ല, നമ്മുടെ നാട്ടിൽ പ്രതികരിക്കാൻ മടിയാണ് ആളുകൾക്ക്. കാര്യം വേറൊന്നുമല്ല, ഒരാൾ പ്രതികരിച്ചാൽ പ്രതികരിക്കുന്നവനെ എങ്ങനെ ഉന്മൂലനം ചെയ്യാമെന്ന് ചിന്തിച്ച ഒരു പറ്റം കഴുകന്മാർ നമ്മുടെ നാട്ടിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് പ്രതികരിക്കാൻ മടി, അല്ലെ പ്രതികരിക്കാൻ പേടി. അങ്ങനെ പ്രതികരിക്കാതെ പ്രതികരിച്ച് എന്തിനാ വല്ലവൻ്റെയും കത്തിക്ക് ഇരയാവുന്നതെന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെ ആയിരിക്കാം നമ്മുടെ നാട്ടിലുള്ള ഈ പറയുന്ന യുവജനങ്ങൾ അല്ലെങ്കിൽ യുവത നാട് വിട്ട് പോകുന്നത്. വേണ്ടടേ, നീക്ക് ഇവിടെ ജീവിച്ചോ എന്ന് പറഞ്ഞിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കാര്യത്തിലോട്ട് വരാം. ഞാൻ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഒരു വാക്കുണ്ട്. അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്, ഈ മൈഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അദ്ദേഹം ഒരു ചാനൽ ഇൻ്റർവ്യൂ കൊടുത്തതിൻ്റെ അതിൽ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് നമുക്ക് വീണ്ടും അതിലോട്ട് തന്നെ തിരിച്ചു വരാം. വിദേശങ്ങളിലേക്ക് അടുത്ത തലമുറകൾ കുടിയേറ്റം തുടർന്നുകൊണ്ടിരുന്നാൽ ഇവിടെ ഒരു പാർപ്പിട പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. ഇവിടെ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നം ഈ പാർപ്പിടത്തിന് നാളില്ലാത്ത അവസ്ഥയായിരിക്കും. ഇപ്പോൾ ഞങ്ങളുടെ പ്രദേശത്തൊക്കെ, പാലാ പ്രദേശത്തൊക്കെ മിക്കവാറും വീട്ടുകളിൽ നിന്ന് ഒരാളല്ലേ ഒരു മകനുള്ള ആൾ, ഒരു മകനും മകളും ഒക്കെ ആയിരിക്കും, മകനും മകളും മക്കളും വിദേശത്താണ്. ഈ വയസ്സായ കാരണവന്മാർ മാത്രമാണ് വീട്ടിലുള്ളത്. അവരുടെ കാലം കഴിഞ്ഞാൽ ഈ വീടിൻ്റെ അവസ്ഥ എന്തായിരിക്കും? 25 കൊല്ലം കഴിയട്ടെ, കേരളത്തിലെ അല്ലെങ്കിൽ ഗൾഫിലുള്ളവർ ചിലപ്പോൾ തിരിച്ചു വരും. ഗൾഫിലേക്കുള്ള പോക്ക് കുറഞ്ഞു. നമ്മൾ ഇവിടെ കണക്ക് കണ്ടു. യൂറോപ്പിലേക്ക്, അമേരിക്കയിലേക്ക്, ന്യൂസിലൻഡിലേക്ക്, കാനഡയിലേക്ക് ഒക്കെയാണ് ഇപ്പോൾ കുടിയേറ്റം. അങ്ങോട്ട് പോകുന്ന ഒരുത്തനും ഇനി തിരിച്ചു വരില്ല. അവർ തിരിച്ചു വരണമെന്ന് വെച്ചാൽ അവരുടെ മക്കൾ ഒരിക്കലും വരാൻ പോകുന്നില്ല. അവിടെ ജനിച്ചു വളർന്ന ഒരു മക്കളും ഇങ്ങോട്ട് വരില്ല. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? 25 കൊല്ലം കഴിയുമ്പോൾ കേരളത്തിലെ ഒരു 20% വീടുകളെങ്കിലും ഒരാൾക്കും വേണ്ടാത്ത അവസ്ഥ കിടക്കും. വളരെ കറക്റ്റായ കാര്യമാണ് പറയുന്നത്. കാര്യം നമ്മുടെ നാടിൻ്റെ
ഒരു വരുമാന സ്രോതസ്, അതായത് നമ്മുടെ നാടിൻ്റെ ഒരു വലിയ പങ്ക് വരുമാന സ്രോതസ് എന്ന് പറയുന്നത്, സാമ്പത്തിക ഭദ്രതയ്ക്കുള്ള വരുമാന സ്രോതസ് എന്ന് പറയുന്നത് നാട് വിട്ട് പുറത്തു പോയിട്ട് ജീവിക്കുന്ന NRIസിൻ്റെ ആണ്. ശരിക്കും പറഞ്ഞാൽ പണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ഗൾഫിൽ വന്ന് ജോലി ചെയ്ത ആൾക്കാർ ഇവിടുന്ന് പൈസ നാട്ടിലോട്ട് അയക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ നാട്ടിൽ ഗൾഫ് മണി, അതായത് പുറം രാജ്യത്തെ കറൻസിയുടെ ഒരു മൂല്യം കൂടുതലായിട്ട് വന്നുകൊണ്ടിരുന്നിരുന്നു. അപ്പം എന്നാൽ ഇന്നും അത് മാറി. ഇന്ന് ഈ പറഞ്ഞിട്ട് സന്തോഷ് കുറിച്ചുള്ള അങ്ങനെ പറയുന്നത് വളരെ കറക്റ്റ് കാര്യമാണ്. ഇന്ന് ഈ ഗൾഫ് എന്നുള്ള ട്രെൻഡ് മാറി. ഗൾഫിൽ നിന്ന് ആൾക്കാർ യൂറോപ്യൻ രാജ്യത്തോട്ട് പോകണം. കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അവിടെ യൂറോപ്യൻ രാജ്യത്ത് പോയാൽ സോഷ്യൽ സെക്യൂരിറ്റി കിട്ടും. ഈ പറഞ്ഞതിനോട് രാത്രി ആരും പേടിക്കാതെ ഇറങ്ങി നടക്കാം. പിന്നെ ഈ പോകുന്ന രാജ്യത്ത് അവന് സിറ്റിസൺഷിപ്പ് കിട്ടുന്നു, PR കിട്ടുന്നു, പിന്നെ അവൻ അവിടെ സെറ്റിലാവുന്നു, അവിടെ ഒരു പ്രോപ്പർട്ടി മേടിച്ചിട്ട് അവിടെ സെറ്റിലാവുന്നു. ഈ പറഞ്ഞതിനോട് ശരിയാണ്. ഒരു പണ്ട് പോയിട്ടുള്ള ആൾക്കാരുടെ പണ്ട് വളരെ തുച്ഛമായിട്ടുള്ള ആൾക്കാരുള്ളായിരുന്നു ഈ പറയുന്ന യൂറോപ്യൻ കൺട്രിയിലോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇതിപ്പോൾ ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട്. ഇപ്പം വാതിലുകൾ തുറന്നു കൊടുത്തതുകൊണ്ട് ഒരുപാട് ആൾക്കാരെ ഈ പറയുന്ന യൂറോപ്യൻ രാജ്യത്തേക്ക് സ്വീകരിക്കുന്നത് കൊണ്ടും വിസ കൊടുക്കുന്നത് കൊണ്ടും ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ആളുകൾ ഈ പറയുന്ന യൂറോപ്യൻ കൺട്രിയിലോട്ട് പോകുന്നുണ്ട്. ഇവിടുന്ന് പോയവർക്ക് അവിടെ ജനിക്കുന്ന മക്കള് ഇവരെല്ലാവരും അവിടുത്തെ സിറ്റിസൺഷിപ്പ് ആകുന്നു. നമ്മുടെ ഈ പോകുന്ന ഇപ്പോഴത്തെ തലമുറ നാളെ ഒരു സമയത്ത് തിരിച്ചു വരാമെന്ന് പറഞ്ഞാലും അവരുടെ മക്കൾ പറയില്ല. കാര്യം അവരവിടുത്തെ കൾച്ചറും അവരവിടുത്തെ ഒരു സിറ്റിസണായിട്ട് മാറി. ഈവൻ അമേരിക്കയിൽ പോയ ഒരാൾ അമേരിക്കക്കാരനായി, കാനഡയിൽ പോയൊരുത്തൻ കാനഡിയനായി, ഓസ്ട്രേലിയയിൽ പോയൊരുത്തൻ ഓസ്ട്രേലിയക്കാരനായി. അവന് പിന്നെ നാട് വേണ്ട, ഇന്ത്യ വേണ്ട. അപ്പൊ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ നാട്ടിലോട്ടുള്ള വരുമാനത്തിന്റെ വരവ് നിൽക്കുന്നു. നമ്മുടെ നാട്ടിൽ ശരിയാണ്, നമ്മുടെ നാട്ടിൽ ഇപ്പം ഒരു 140 കോടി ജനങ്ങൾക്കിടയിൽ നിന്നും 1% പോയാൽ എന്ത് സംഭവിക്കുമെന്ന് പറയുന്നത് ശരിയാണ്, ഒന്നും സംഭവിക്കത്തില്ല. പക്ഷെങ്കിൽ ഈ ആളുകൾ പോകുന്നതിനോടൊപ്പം തന്നെ അവർ നാട്ടിലോട്ട് അയച്ചുകൊണ്ടിരുന്ന, അല്ലെ നമ്മുടെ നാട്ടിലോട്ട് വന്നുകൊണ്ടിരുന്ന വലിയൊരു വരുമാനം തന്നെയാണ് നിലയ്ക്കുന്നത്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഒരു 10-25 കൊല്ലം കഴിയുമ്പോൾ നാട്ടില് ഈ പറയുന്നതായിട്ട് കുറേ വൃദ്ധസദനങ്ങളും മാത്രം കാണും, അല്ലെങ്കിൽ കുറേ എന്താ പറയുക രാഷ്ട്രീയക്കാർ മാത്രമേ നമ്മുടെ നാട്ടിൽ ഉണ്ടാകത്തുള്ളൂ. നമ്മുടെ നാട്ടിൻ്റെ വളർച്ചയപ്പോൾ എങ്ങോട്ട് പോകും? പിന്നെ ആളുകൾ പോകുന്ന വേറൊരു കാര്യം കൂടെ ഉണ്ട്. വേറെ ഒന്നുമല്ല, ഡെവലപ്മെന്റ് എന്നൊരു സാധനം ഇല്ല എന്നുള്ളത്. ഡെവലപ്മെന്റ് ഉണ്ടായെങ്കിൽ മാത്രമേ അവസരങ്ങൾ ഉണ്ടാവൂ. പുതിയ പുതിയ ബിസിനസ്സുകൾ നമ്മുടെ നാട്ടിൽ വരണം, പുതിയ പുതിയ എന്റർപ്രണേഴ്സ് വരണം. ബിസിനസ് ചെയ്യാൻ പഠിച്ച് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞ് ബിസിനസ് ചെയ്യാൻ നിൽക്കുന്ന പിള്ളേർക്കുള്ള വാതിലുകൾ തുറന്നു കൊടുക്കണം. അല്ലാതെ കണ്ട് ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് എന്താ പറയുക, ഒരു പഞ്ചായത്ത് ഓഫീസിൽ പോയിട്ട് ലൈസൻസിന് പോയി കഴിയുമ്പം അവിടെ താഴെയുള്ള പിയൂൺ തൊട്ട് അങ്ങ് മേലിലുള്ളവൻ വരെയും കൈക്കൂലിയും കൊടുത്തിട്ട് പിന്നെ എന്താ പറയുക അവന്മാരുടെ ചുമപ്പ് നാടയിൽ ഈ പറയുന്ന ഒരു പെർമിഷൻ കിടക്കുന്ന ഒരു അവസ്ഥയൊന്നുണ്ടല്ലോ. അതൊക്കെ മാറണം. കാര്യം നല്ലൊരു ഭാഗം യുവജനതയ്ക്ക് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ തന്നെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു യുവജനതയുണ്ട്. അവരെയെങ്കിലും നമ്മുടെ നാട്ടിൽ പിടിച്ചു നിർത്താൻ വേണ്ടി അവർക്ക് ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളതിന് അവർക്ക് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി കൊടുക്കണം. നിങ്ങൾ പുറം രാജ്യത്തോട്ടൊക്കെ നോക്കണം. എക്സ്പെഷ്യലി ഇപ്പം ഇവിടെ ദുബായിൽ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഗവൺമെന്റ് ലൈസൻസിനും അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് അവരെ ആകർഷിക്കാൻ വേണ്ടി പദ്ധതികൾ കൊണ്ടുവരുന്നുണ്ട്. കാര്യം ഇൻവെസ്റ്റ്മെന്റ് വരണം. ഏതൊരു നാടിൻ്റെയും വളർച്ചയെന്ന് പറയുന്നത് പുതിയ പുതിയ ബിസിനസ്സുകൾ വരണം, പുതിയ പുതിയ ഇൻവെസ്റ്റ്മെന്റുകൾ വരണം. ഇൻവെസ്റ്റ്മെന്റുകൾ വന്നെങ്കിൽ മാത്രമേ ഈ പറയുന്നതിലോട്ട് ആ നാടിൻ്റെ സമ്പത്ത് വ്യവസ്ഥതയ്ക്ക് ഉയർച്ച ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ ബിസിനസ്സുകൾ വരുന്നതിനോടൊപ്പം തന്നെ അവിടെ അൺഎംപ്ലോയ്ഡ് ആയിട്ടുള്ള ഗ്രാജുവേറ്റ്സിന് ജോലി കിട്ടുന്ന ഒരു സാധ്യത ഉണ്ടാവും. അതും വെൽ പെയ്ഡ് സാലറി കൊടുക്കണം. കാര്യം നമ്മുടെ നാട്ടിലെ ജീവിത ചെലവിനനുസരിച്ച് അല്ലെങ്കിൽ അതിന് മേലെ ആനുപാതികമായിട്ടുള്ള വെൽ സാലറി കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ നാട്ടിൽ പിള്ളേർ നിൽക്കത്തുള്ളൂ. നമ്മുടെ നാട്ടിൽ ഒരുത്തരൊരു ബിസിനസ് ചെയ്യാൻ വന്നാൽ അവൻ പിന്നെ ബൂർഷ മുതലാളിയാണ്. ആ ഒരു ചിന്താഗതി തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് മാറണം. നമ്മുടെ നാട്ടിൽ ഏതൊരുത്തരും ഒരു ബിസിനസ് ചെയ്യാൻ വന്നാൽ കൊടികൾ, അതിപ്പം പറഞ്ഞിട്ട് ഒരു കൊടി എന്നല്ല, എല്ലാ കൊടികളും അവിടെ നിരക്കും. അതിപ്പോൾ ഏതൊക്കെ പാർട്ടി ഉണ്ടോ ആ പാർട്ടിയുടെ എല്ലാം കൊടി കൊണ്ട് അവിടെ കുത്തി നാട്ടിട്ടാണ് എന്താ പറയുക സമരം ചെയ്ത് ആ പരുന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നവനെ കൂടെ പറഞ്ഞു പിടിപ്പിക്കുന്നത്. നമ്മുടെ സർക്കാരിനെ കൊണ്ടോ ഗവൺമെന്റിനെ കൊണ്ടോ ഒരു പരിധി കൂടുതൽ പുതിയ പുതിയ ബിസിനസ്സുകളോ അല്ലെങ്കിൽ പുതിയ പുതിയ ഇൻവെസ്റ്റ്മെന്റുകളോ നടത്താൻ പറ്റത്തില്ല. കാര്യം നമ്മുടെ സർക്കാർ അതിന് മാത്രമുള്ള ഫണ്ട് കയ്യിലില്ല. അപ്പോൾ ഫണ്ട് ഉണ്ടായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന പ്രൈവറ്റ് ആൾക്കാർ, എന്ത് പ്രൈവറ്റ് ആൾക്കാർ വന്ന് ബിസിനസ് ചെയ്താൽ എന്താണ് കുഴപ്പം? അവർ കാശുണ്ടാക്കട്ടെ. അവർ ബിസിനസ് ചെയ്ത് കാശുണ്ടാക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഈ പറയുന്ന ആ ഒരു കമ്മ്യൂണിറ്റി കൂടെ അല്ലേ ഡെവലപ്പ് ആവുന്നത്. അങ്ങനെ ചിന്തിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ നാട്ടിൽ പുരോഗമനം ഉണ്ടാകത്തുള്ളൂ. നമ്മുടെ നാട്ടിൽ പുരോഗമനം ഉണ്ടാവണമെങ്കിൽ ഇനിയെങ്കിലും പുരോഗമനമായിട്ട് ചിന്തിക്കണം. 10-20 കൊല്ലം ബാക്കിലോട്ടുള്ള രീതിയിൽ, പുറകോട്ടുള്ള രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ നാട്ടിൽ എന്താ പറയുക ഒരു ഇൻവെസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊരു ഗ്രോത്തോ ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. വെൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ് ആൻഡ് അതുപോലെ തന്നെ വെൽ പേയിങ് സാലറീഡ് എന്നുള്ള രീതിയിലേക്ക് തന്നെ നമ്മുടെ നാടിൻ്റെ എന്താ പറയുക പ്രയോറിറ്റി മാറിയില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ നാട്ടിലെ ഒരു യുവാക്കളെ പോലും പിടിച്ചു നിർത്താൻ പറ്റില്ല. കാര്യം നിങ്ങളൊന്ന് ആലോചിക്കുക, നമ്മുടെ നാട്ടിലെ യുവാക്കളെ നമ്മുടെ നാട്ടിൽ പിടിച്ചു
നിർത്താനെ കൊണ്ടുള്ള എന്തെങ്കിലും ഒരു ഇൻഫ്രാസ്ട്രക്ചറോ എന്തെങ്കിലും അവരെ അട്രാക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം ഇന്ന് നമ്മുടെ നാട്ടിലുണ്ടോ? നമ്മുടെ നാട്ടിലുള്ള എന്താണ്? കുറേ രാഷ്ട്രീയ കാര്യങ്ങളും കുറേ രാഷ്ട്രീയ വാർത്തകളും പിന്നെ 5 വർഷം കൂടി ഇരിക്കുമ്പം നടക്കുന്ന ഇലക്ഷനും അതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങോട്ട് കുത്തുന്നു ഇങ്ങോട്ട് കുത്തുന്നു. ഇതല്ലാതെ നമ്മുടെ നാട്ടിൽ നമ്മുടെ യുവാക്കളെ അട്രാക്ട് ചെയ്യാനെ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ യുവാക്കളെ പിടിച്ചു നിർത്താനുള്ള എന്താണ് നമ്മുടെ നാട്ടിലുള്ളത്? ശരിക്കും നമ്മളെ മാറി മാറി ഭരിക്കുന്ന നമ്മുടെ ഗവൺമെന്റുകൾ ഇനിയെങ്കിലും ഇത് ഉൾക്കൊണ്ട് പ്രവർത്തിച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് യുവാക്കൾ പറന്നു പോകും. അവര് അടുത്ത മരത്തിൽ പോയി കൂടുകൂട്ടിയാൽ പിന്നെ അവര് തിരിച്ചു വരില്ല. അപ്പൊ ചിന്തിക്കാൻ പറ്റുന്നെങ്കിൽ ചിന്തിക്കുക, മാറ്റാൻ പറ്റുന്നെങ്കിൽ മാറ്റുക. എന്തെങ്കിലുമൊക്കെ പുതിയത് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടെങ്കിലുമൊക്കെ ഒന്ന് ഈ പറയുന്ന നമ്മുടെ നാട്ടിലെ യുവാക്കൾക്കൊക്കെ വേണ്ടിയിട്ടും അതേപോലെ തന്നെ അവരുടെ ഈ സാലറിയുടെ ഈ ഹൈപ്പേഡ് സാലറി എന്നൊക്കെയുള്ളൊരു രീതിയിലോട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. ഇല്ലെന്നുണ്ടെങ്കിൽ 5 വർഷം കൂടിയിരിക്കുമ്പം നിങ്ങൾക്ക് കൈകൊണ്ട് കുത്താനെ കൊണ്ടുള്ള ജനത വേറെ ഏതെങ്കിലും രാജ്യത്ത് പോയിട്ട് അവിടുത്തെ പാർട്ടിക്ക് കുത്തേണ്ട അവസ്ഥയാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എനിക്കറിയാം ഒരു വിഭാഗത്തിന് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന്. ആ ഇഷ്ടപ്പെടാത്തവരോട് പറയാനുള്ളത് എത്ര കൊല്ലം കുഴലിട്ടാലും അത് വളഞ്ഞേ ഇരിക്കത്തുള്ളൂ, നേരത്തില്ല. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും പോയിന്റുകൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ, ഞാൻ വിട്ടുപോയ പോയിന്റുകളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഫോളോ ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും മാസലാമ.